ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊന്ന് തേർഡ് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി എക്സാംപ്ലറിലെ തേർഡ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യന് ഇഫ് എം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ദെൻ പ്രൂവ് ദാറ്റ് ടാൻ തീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ബൈ എം മൈനസ് എൻ എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൽ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ബൈ എൻ എന്ന് ചെയ്തിട്ട് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, തന്നിട്ടുള്ളത് എം സൈൻ തീറ്റ. ഓക്കെ, എം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ഇങ്ങനെ തന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഹിൻറ്റ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് സൈൻ തീറ്റ പ്ലസ് സൈൻ ഓഫ് ആംഗിൾ സൈൻ ഓഫ് സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ബൈ എൻ എന്നാക്കാണ്. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. തന്നിട്ടുള്ളത് എം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫയാണ്. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫനെ ഞാൻ അവിടെ നിർത്തിയാൽ ഈ സൈൻ തീറ്റ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് വരാം. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ എൻ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എമ്മിൻ്റെ അടിയിലോട്ടാണ് വരിക. ദാറ്റ് ഈസ് എം ബൈ എൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എം പ്ലസ് എൻ തന്നെ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ പറയാം. എം പ്ലസ് എൻ ഇപ്പോൾ ഒരു റേഷ്യോ ഉണ്ട് എം ബൈ എൻ. ഓക്കെ, എം ബൈ എൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എം എഴുതാം, എന്നിട്ട് അതേ എമ്മിനെ താഴത്ത് എഴുതാം, എന്നിട്ട് പ്ലസ് ഡിനോമിനേറ്ററുള്ള എൻ എഴുതുന്നു, മൈനസ് ഡിനോമിനേറ്ററുള്ള എൻ എഴുതുന്നു. ഇങ്ങനെ എഴുതാൻ കഴിയുന്ന ഇതാണ് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളത് സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ബൈ എൻ. അപ്പോൾ ഇതിന് ഞാൻ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഉള്ളത് എം ബൈ എന്നിനെ ഞാനിവിടെ ഒന്ന് മാറ്റുന്നു. ഞാൻ പറഞ്ഞത് എന്താണ്, എം എഴുതുന്നു, അതേ എമ്മിനെ താഴത്ത് എഴുതുന്നു, പ്ലസ് മേലെ എൻ എഴുതുന്നു, മൈനസ് എൻ താഴത്ത് എഴുതുന്നു. അപ്പോൾ അത് അതേപോലെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എമ്മിൻ്റെ പ്ലേസിൽ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ. എന്നിട്ട് ഞാനെന്താ പറഞ്ഞത്, അതേ എമ്മിനെ അല്ലെങ്കിൽ അതേ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫിനെ താഴെയും എഴുതുന്നു. ദാറ്റ് ഈസ് സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ എഴുതി. എന്നിട്ട് നമ്മൾ എന്താ സ്റ്റെപ്പ് ചെയ്തത്, പ്ലസ് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയും പ്ലസ് എഴുതണം. എന്നിട്ട് ആരെഴുതണം, എന്നിനെ എഴുതണം. അതായത് ഡിനോമിനേറ്ററിലുള്ള എന്നിനെ, അത് സൈൻ തീറ്റനെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലസ് എഴുതി താഴെ മൈനസ് എഴുതുന്നു. മേലെ ആരുള്ളത്, ഡിനോമിനേറ്ററിലുള്ള സൈൻ തീറ്റനെ എഴുതുന്നു. താഴെയും അതേപോലെ സൈൻ തീറ്റ എഴുതുന്നു. ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ സൈൻ സി പ്ലസ് സൈൻ ഡിയും സൈൻ സി മൈനസ് സൈൻ ഡിയും അപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്കറിയാം സൈൻ സി ഇത് സൈൻ ഡി ആക്കി എടുക്കുകയാണെങ്കിൽ സെയിം ആംഗിൾ സി താഴെയുണ്ട്, ഇപ്പുറത്ത് ഡി. അപ്പോൾ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൈൻ സി പ്ലസ് സൈൻ ഡിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ സൈൻ പ്ലസ് സൈൻ ആകുമ്പോൾ 2 അല്ലേ, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2
കോസ് സി മൈനസ് ഡി ബൈ ടു എന്നാണ്. ഓക്കെ, അതേപോലെ സൈൻ സി മൈനസ് സൈൻ ഡി ആണെങ്കിൽ 2 കോസ് ആണ് ആദ്യം വരിക കേട്ടോ. 2 കോസ് സി പ്ലസ് ഡി ബൈ ടു സൈന് സി മൈനസ് ഡി ബൈ ടു. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വരുന്നത് 2 അല്ലേ, സൈൻ സി പ്ലസ് സൈൻ നമ്പർ 2 സൈന് സി പ്ലസ് ഡി ബൈ ടു. അപ്പം ഞാനൊരു ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. സീൻ്റെ പ്ലേസിൽ ഇവിടെ തീറ്റ പ്ലസ് 2 ആൽഫയാണ്, എന്നിട്ട് പ്ലസ് എഴുതി സി പ്ലസ് ഡി ബൈ ടു. ഓക്കെ, ദിസ് ഈസ് സി പ്ലസ് ഡി അല്ലേ. ദാറ്റ് ഈസ് നമുക്കിവിടെ തീറ്റ പ്ലസ് 2 ആൽഫ പ്ലസ് ഡി എന്ന് പറഞ്ഞത് തീറ്റ തന്നെയാണ്. ബൈ ആരുള്ളത് 2 എഴുതണം. ഓക്കെ, ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ കോസ് സി മൈനസ് ഡി ബൈ ടു. സി മൈനസ് ഡി ബൈ ടു പറയുമ്പോൾ തീറ്റ പ്ലസ് 2 ആൽഫയാണ് ആര് സി, മൈനസ് ഡി എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. ബൈ ആര് വന്നു 2 വന്നു. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ അടിയിൽ നമുക്കിവിടെ ആരുള്ളത് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫോർമുലയിൽ സൈൻ സി മൈനസ് സൈൻ ഡി ടു കോസ് സൈൻ എന്ന് ആദ്യം കോസിന് എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം കോസിന് നമ്മൾ എഴുതുന്നു, ദാറ്റ് ഈസ് 2 എഴുതുന്നു, കോസ് എഴുതുന്നു, സി മൈനസ് ഡി സി പ്ലസ് ഡി ബൈ ടു. ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം തീറ്റ പ്ലസ് 2 ആൽഫ തന്നെയാണ് അവിടെ ഉള്ളത്. ഗ്രീന് തീറ്റ പ്ലസ് 2 ആൽഫ പ്ലസ് തീറ്റ ബൈ 2 ഇൻറ്റു കോസ് സൈൻ എന്നാ, ദാറ്റ് ഈസ് സൈന് തീറ്റ മൈനസ് 2 ആൽഫ അല്ലേ. തീറ്റ പ്ലസ് 2 ആൽഫ മൈനസ് തീറ്റ ബൈ 2 സി മൈനസ് ഡി ബൈ 2. ഓക്കെ, നിങ്ങൾക്ക് ഇത് സിമ്പിളായി സംഭവം. നമ്മൾ ആൻസറിലോട്ട് എത്താനായിട്ടുണ്ട്. നമുക്കിവിടെ കോമൺ ആയിട്ട് 2 2 ക്യാൻസൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഇവിടെ ഉള്ളത് സൈനാണ്, ആംഗിൾ തീറ്റ പ്ലസ് 2 ആൽഫ ബൈ 2. ഇവിടുള്ളത് കോസാണ്, സെയിം ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ അല്ലേ. അപ്പോൾ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ, അത് ഞാനിവിടെ എഴുതി വെക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ടാൻ തീറ്റ എന്ന് എഴുതി വെക്കാം, സെയിം ആംഗിൾ ആണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഞാൻ ടാൻ എഴുതുന്നുണ്ട്. 2 2 ക്യാൻസൽ ആയതുകൊണ്ട് 2 വേണ്ട, ടാൻ ഉള്ളത് ആരവിടെ ഉള്ളത് തീറ്റ പ്ലസ് 2 ആൽഫ പ്ലസ് തീറ്റ ബൈ 2 റെഡി ഇൻറ്റു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, നോക്കൂ, കോസ് സെയിം ആംഗിൾ തീറ്റ പ്ലസ് 2 ആൽഫ മൈനസ് തീറ്റ ബൈ 2, തീറ്റ പ്ലസ് 2 ആൽഫ മൈനസ് തീറ്റ ബൈ 2 സെയിം ആംഗിൾ അല്ലേ. ബട്ട് കോസ് ബൈ സൈനാണ് ട്രിഗണോമെട്രി. അപ്പോൾ കോസ് ബൈ സൈനും നമ്മുടെ കയ്യിലുണ്ട്. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ ആരാ കോട്ടാണ് അല്ലേ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ട് തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ കോസ് ബൈ സൈൻ കോട്ട് എഴുതി, കോട്ട് ഇൻറ്റു ആംഗിൾ സെയിം ആണല്ലോ, തീറ്റ പ്ലസ് 2 ആൽഫ മൈനസ് തീറ്റ ബൈ 2. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ആൻസറിലോട്ട് എത്താനായിട്ടുണ്ട്. നമുക്ക് അവിടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ മതി. നോക്കൂ, അവിടെ ടാനും കോട്ടും വന്നു. നമ്മൾ കട്ട് ചെയ്താൽ ആൻസറിലോട്ട് എത്തി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തീറ്റ ഉണ്ട്, മൈനസ് തീറ്റ ഉണ്ട്, ക്യാൻസലായി. പിന്നെ 2 പോയി, അപ്പോൾ ആൽഫ മാത്രം. അപ്പോൾ നമുക്കിവിടെ കോട്ടിൻ്റെ ആൾ റെഡിയാണ്. ദാറ്റ് ഈസ് കോട്ട് ആര് വന്നു, ആൽഫ വന്നു അല്ലേ. നമ്മൾ ആരാ ചെയ്യുന്നതെന്ന് നമുക്കറിയാം, m+n/n-n. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഉള്ളത് തീറ്റ പ്ലസ് തീറ്റ അല്ലേ, അത് 2 തീറ്റ ആണല്ലോ. ഞാനിവിടെ എഴുതാം കേട്ടോ, നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ അങ്ങനെ തന്നെ എഴുതി. എന്നിട്ടുള്ളത് ആരാ, തീറ്റ പ്ലസ് തീറ്റ ദാറ്റ് ഈസ് 2 തീറ്റ പ്ലസ് അവിടെ ഉള്ളത് 2 ആൽഫയാണ് ബൈ ആരുള്ളത് 2 ആണ്. റെഡി ആണല്ലോ.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഈ ടൂകൾ ക്യാൻസൽ ചെയ്യാം അല്ല ടു ക്യാൻസൽ ആവും. ഓക്കെ, ടു എങ്ങനെ ക്യാൻസൽ ആവും? ടു നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ മതി. ടുവിന് ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു തീറ്റ പ്ലസ് ആൽഫ ബൈ 2 എന്നാണ് വരിക. അപ്പോൾ അവിടുന്ന് 2 ക്യാൻസൽ ആവും. അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കട്ട് ചെയ്യാം. റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ബാക്കി ടാന് ആര് മാത്രമേ ഉള്ളൂ? ആംഗിള് തീറ്റ പ്ലസ് ആൽഫ ഉള്ളൂ ഇൻറ്റു കോട്ട് ആൽഫ. നമ്മൾ ആരാണ് ചെയ്തു എന്നുള്ളത്? ഇത് നമുക്കറിയാം ഇവിടെ ഉള്ള m+n/n-n ഈക്വലാക്കി ചെയ്തു പോകുന്നതല്ലേ. ദാറ്റ് ഈസ് നമുക്കിവിടെ മനസ്സിലായി ഇത് ആരാണ്? m+n/m-n അല്ലേ. അത് ഞാൻ ഇപ്പുറത്താണ് എഴുതുന്നത്. ദാറ്റ് ഈസ് m+n/m-n. ഓക്കെ, പ്രൂവ് ആയല്ലോ. നോക്കൂ ക്വസ്റ്റ്യനിൽ അത് നമുക്ക് അങ്ങോട്ടാണ് എത്താണ്ടായിരുന്നത്. ടാൻ തീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു m+n/n-n. നമ്മളിവിടെ ടാൻ തീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു n+n/n-n. ഓക്കെ, ദർഫോർ ഹെൻസ് എന്തായി? പ്രൂവായി ടാൻ. ഹെൻസ് proved. Okay.